എതിരായി കൊണ്ടുവരാൻ കഴിയില്ല. ചില കഥ പോ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ശരീഅത്ത് അഥവാ നമ്മുടെ എല്ലാവരുടെയും നേതാവായ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ട നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ മേലിൽ അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങൾ ആരാ അവതരിപ്പിച്ചത്? അല്ലാഹു. അപ്പൊ അല്ലാഹു നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നിയമങ്ങൾ പോരാ. എങ്ങനെയുള്ള നിയമങ്ങളാണ്? അല്ലത്തി ഫഹിമഹൽ ഉലമാഉ മിനൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിൽ നിന്നും ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ തിരുസുന്നത്തുകളിൽ നിന്നും പണ്ഡിതന്മാർ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ മനസ്സിലാക്കിയ നിയമങ്ങൾ. ശരീഅത്ത് എന്ന് പറയുന്നത് നീ പഠിച്ച 1.25 ശരീഅത്ത് മാത്രാന്ന് മനസ്സിലാക്കരുത്. ശരീഅത്ത് വിശാലമാണ്. അപ്പൊ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ-അഹ്കാമുൽ മുനസ്സലതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങൾ. അതാര് മനസ്സിലാക്കണം? അവിടെയാ പോയിന്റ്. പുത്തനത്താണിയിലെ ഒരു ബുക്ക് സ്റ്റാളിൽ പോയി ഒരു ഖുർആൻ പരിഭാഷ വാങ്ങി, ബുഖാരിന്റെ പരിഭാഷയും വാങ്ങി, അതിൽ നിന്ന് സ്വന്തമായി മെനഞ്ഞെടുത്ത ആശയങ്ങൾക്ക് ശരീഅത്ത് എന്ന് പറഞ്ഞൂടാ. പിന്നെ അല്ലത്തി ഫഹിമഹൽ ഉലമാഉ മിനൽ കിതാബി വസുന്ന, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ അർഹതയുള്ള പണ്ഡിതന്മാർ കണ്ടുപിടിച്ച നിയമങ്ങൾ. ശരീഅത്ത് എന്ന് പറയുന്നത് നീ പഠിച്ച 1.25 ശരീഅത്ത് മാത്രാന്ന് മനസ്സിലാക്കരുത്. ശരീഅത്ത് വിശാലമാണ്. കാരണം ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അൽ-അഹ്കാമുൽ മുനസ്സലതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി ഫഹിമഹൽ ഉലമാഉ മിനൽ കിതാബി വസുന്ന. ശരീഅത്ത് എന്ന് പറയുന്നത് നീ പഠിച്ച 1.25 ശരീഅത്ത് മാത്രാന്ന് മനസ്സിലാക്കരുത്. ശരീഅത്ത് വിശാലമാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അൽ-അഹ്കാമുൽ മുനസ്സലതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി ഫഹിമഹൽ ഉലമാഉ മിനൽ കിതാബി വസ്സുന്ന, കിതാബും സുന്നത്തും വെച്ച് മല പോലെയുള്ള ഉലമാക്കൾ മനസ്സിലാക്കിയ ഹുക്മുകൾ, അതാണ് ശരീഅത്ത്. ശരീഅത്ത് എന്ന് പറയുന്നത് നീ പഠിച്ച 1.25 ശരീഅത്ത് മാത്രാന്ന് മനസ്സിലാക്കരുത്. ശരീഅത്ത് വിശാലമാണ്. ചില കഥ പോ